Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പൊ ഇന്ന് നമ്മൾ ജൂനിയർ സയന്റിഫിക് ഓഫീസറിനും അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജിയിലും വരുന്ന കോമൺ ടോപ്പിക്കായ മൈക്രോബയോളജിയിലെ ചില PYQ ക്വസ്റ്റ്യൻസുമായിട്ടാണ് മുന്നത്തെ കേരള PSCയുടെ പലവിധ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള മൈക്രോബയോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും എക്സ്പ്ലനേഷൻസും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് എ സെലക്ടീവ് മീഡിയം ഇൻ മൈക്രോബയോളജിക്കൽ കൾച്ചർ? What is the purpose of using a selective medium in microbiological culture? നിങ്ങൾക്ക് ഈ ഒരു ആൻസറിന് ഉത്തരം അറിയുമോ എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ എ, ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഗാനിസം ബേസ്ഡ് ഓൺ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ബി, ടു ഗ്രോ all types of organisms. Option C, to support the growth of fastidious organisms. Option D, to inhibit the growth of certain organism while allowing the others to grow. എന്താണ് ഒരു സെലക്ടീവ് മീഡിയത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ സെലക്ടീവ് മീഡിയം ഇസ് ഡിസൈൻഡ് ടു സ്പെസിഫിക്കലി ഫേവർ ദ ഗ്രോത്ത് ഓഫ് certain മൈക്രോ ഓർഗാനിസംസ് ബൈ ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ദി others. ചിലരെ വളർത്താനും ചില മൈക്രോ ഓർഗാനിസത്തിനെ വളർത്താനും മറ്റു ചിലതിനെ ഇൻഹിബിറ്റ് ചെയ്യാനും ആണ് സെലക്ടീവ് മീഡിയം ഉള്ളത്. So essentially selecting for a particular type of organism based on its unique metabolic properties. അതിന്റെ യൂണിക് മെറ്റബോളിക് പ്രോപ്പർട്ടീസ് അനുസരിച്ചായിരിക്കാം, അതില്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസിനോടുള്ള അതിന്റെ റെസിസ്റ്റൻസ് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ മാത്രം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സെലക്ടീവ് മീഡിയത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ചിലപ്പോ ചില സബ്സ്റ്റൻസിനോട് ചില മൈക്രോ ഓർഗാനിസംസ് റെസിസ്റ്റന്റ് ആയിരിക്കും, ഹൈ സാൾട്ട് കോൺസെൻട്രേഷൻ ആവാം, ആന്റിബയോട്ടിക്സ് ആവാം. അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് സെലക്ടീവ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് മീഡിയം സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ ദി ഐസൊലേഷൻ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇൻഹിബിറ്റിംഗ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? ഏത് മീഡിയമാണ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്യാനും അതേസമയം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യാനും? ഓപ്ഷൻ എ, മാക്കോൺഗി അഗാർ. ഓപ്ഷൻ ബി, മാനിറ്റോൾ സാൾട്ട് അഗാർ. ഓപ്ഷൻ സി, യോസിൻ മിഥൈലിൻ ബ്ലൂ അഗാർ. ഓപ്ഷൻ ഡി, ബ്ലഡ് അഗാർ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാനിറ്റോൾ സാൾട്ട് അഗാർ അഥവാ MSA, which is containing high concentration of salt and it is going to selectively inhibit the growth of most of the gram negative bacteria, allowing gram positive bacteria to grow. Particularly നോക്കുകയാണെങ്കിൽ സ്റ്റഫൈലോകോക്കൈ പോലുള്ള ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ അത് ഗ്രോത്ത് അനുവദിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റഫൈലോകോക്കൈ that ferment mannitol which is producing yellow colonies and those do not. ഏതൊക്കെയാണ് മാനിറ്റോൾ ഫെർമെന്റ് ചെയ്യുന്നത് അല്ലാത്തത് എന്നുള്ളത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് കോളനീസ്, യെല്ലോ കോളനീസ് ആണോ, പിങ്ക് കോളനീസ് ആണോ, അല്ലെങ്കിൽ അഥവാ റെഡ് കോളനീസ് ആണോ എന്ന് നോക്കിയിട്ടാണ് അത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് involves the use of microorganism to decompose organic matter? ഏത് തരത്തിലുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്ത് ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ, പ്രൈമറി ട്രീറ്റ്മെന്റ്. ഓപ്ഷൻ ബി, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഓപ്ഷൻ സി, ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഓപ്ഷൻ ഡി, ക്വാട്ടർണറി ട്രീറ്റ്മെന്റ്. ഏതാണ് എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ദ ടൈപ്പ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് ഇൻവോൾവിംഗ് ദി യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ് വേർ ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് ബ്രേക്സ് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ദ വേസ്റ്റ് വാട്ടർ. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് മെനി ഇൻഫെക്ഷ്യസ് ഡിസീസ്? അപ്പോൾ ഏതാണ് ഇതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് മെനി ഇൻഫെക്ഷ്യസ് ഡിസീസ്? ഓപ്ഷൻ എ,
regular use of antibiotics. Option B, quarantine of infected individuals. Option C, vaccination. Option D, hand washing with soap and water. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആണ് ഉത്തരം വരുന്നത്. ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോ കോസ്റ്റ് മെത്തേഡ് ആണ്. ഒരുപാടധികം ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ സ്പ്രെഡ് നമുക്ക് അതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫീക്കൽ ഓറൽ റൂട്ടിലൂടെ ഡയറിയൽ പോലെയുള്ള ഡിസീസസ് വരുമ്പോൾ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി വരുന്ന കോൾഡ്, ഫ്ലൂ, COVID-19 പോലുള്ള ഡിസീസ് കണ്ടീഷൻസ്, ഇതല്ലാതെ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി വരുന്ന ഡിസീസസ് ആയ സ്കിൻ ഇൻഫെക്ഷൻസ് പോലുള്ളതൊക്കെ തടയാനായിട്ട് നമുക്ക് ഹാൻഡ് വാഷിങ്ങിലൂടെ സാധിക്കും. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വെക്ടർ ബോൺ ഡിസീസ്? ഇതിലേതാണ് വെക്ടർ ബോൺ ഡിസീസ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ, ട്യൂബർക്ലോസിസ്. ഓപ്ഷൻ ബി, ഇൻഫ്ലുവൻസ. ഓപ്ഷൻ സി, മലേറിയ. ഓപ്ഷൻ ഡി, ഹെപ്പറ്റൈറ്റിസ് എ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, മലേറിയയാണ് വെക്ടർ ബോൺ ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയുന്നത്. ഇൻഫെക്ട് ചെയ്യുന്ന ഓർഗാനിസം മോസ്കിറ്റോ ആണ്, അതിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. മലേറിയ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് അനോഫിലസ് മോസ്കിറ്റോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സീരീസ് ഇനിയും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി, അതുപോലെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസസിൽ വരുന്ന മൈക്രോബയോളജിയിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഡിഫറെന്റ് പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്, കോംപ്രിഹെൻസീവ് നോട്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്ക്, ക്യുസുകൾ, ഡൗട്ട് ക്ലിയറൻസ്, ഫ്ലാഷ് കാർഡ്, മെന്റർഷിപ്പ് എല്ലാം അടങ്ങിയ കോഴ്സാണ് നമ്മുടേത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മറക്കാതെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9952645996 ആണ് നമ്പർ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ്. ഇതുവരെ നടന്നിട്ടുള്ള കേരള PSCയുടെ സയൻസ് ബേസ്ഡ് ടെക്നിക്കൽ PSC എക്സാംസിൽ ഫസ്റ്റ് റാങ്കേഴ്സ് ഉൾപ്പെടെ ടോപ്പ് റാങ്കേഴ്സിനെ സെക്യൂർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അടുത്തത് നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോകാനായിട്ടും ഈ റാങ്ക് ഹോൾഡേഴ്സിനെ പോലെ നിങ്ങളും പരിശ്രമിക്കുക. കൃത്യമായ റിവിഷൻസും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഉണ്ടെങ്കിൽ ആർക്കും റാങ്ക് ഹോൾഡർ ആവാനും ടോപ്പ് റാങ്ക് സെക്യൂർ ചെയ്യാനും സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ഗവൺമെന്റ് ജോലിക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇതുപോലുള്ള സീരീസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് കൂടുതൽ സീരീസും സെഷൻസും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എക്സൈറ്റഡ് ആയിരിക്കുക. കൂടുതൽ ആക്റ്റീവായ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ സീരീസ്, ഏതൊക്കെ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ സീരീസിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.